This video is sponsored by Yati Bakes. Happiness packed in every box and co-sponsored by V Digital TV. Enjoy 600 plus live TV channel at free of cost. തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും പടിവാതിക്കൽ എത്തി നിൽക്കെ കേരള കോൺഗ്രസ് എമ്മിനെ UDF-ലേക്ക് ക്ഷണിച്ചു മുന്നണി കൺവീനർ അടൂർ പ്രകാശ്. കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണി UDF മുന്നണിയിലേക്ക് വരണമെന്നാണ് വ്യക്തിപരമായ അഭിപ്രായമെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ മറ്റു പലരുമായും ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറത്തെ മാലിന്യമലയായിരുന്ന പുളിയേറ്റുമൽ ട്രെഞ്ചിംഗ് ഗ്രൗണ്ട് വീണ്ടെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി പൂർത്തിയാകുന്ന ആദ്യ നഗരസഭയായി മലപ്പുറം. നഗരത്തിലെ മാലിന്യം തള്ളിയിരുന്ന പുളിയേറ്റുമൽ ഗ്രൗണ്ട് വീണ്ടെടുത്തത് വഴി 5 ഏക്കർ ഭൂമിയാണ് തിരിച്ചുപിടിച്ചത്. വടകര MP ഷാഫി പറമ്പിലിനെ ആക്രമിച്ച സംഭവത്തിൽ പോലീസുകാർക്ക് കുരുക്ക്. പാർലമെന്റ് അംഗത്തെ ആക്രമിച്ചതിൽ കടുത്ത നടപടി നേരിടേണ്ടി വന്നേക്കും. കോഴിക്കോട് MP MK രാഘവൻ ഇതു സംബന്ധിച്ച് സൂചന നൽകി. പാർലമെന്റിന്റെ പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതി നൽകാനാണ് കോൺഗ്രസ് നീക്കം. അങ്ങനെ ചെയ്താൽ പോലീസുകാർക്ക് കുരുക്കുമുറുകും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് ഇഡി അയച്ച നോട്ടീസ് വിവരങ്ങൾ പുറത്തു. 2013 ഫെബ്രുവരി 14 ഹാജരാകണം എന്ന് ആവശ്യപ്പെട്ടാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. വിവാദമായ ലൈഫ് മിഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് നോട്ടീസ് എന്നാണ് പറയപ്പെടുന്നത്. ഈ കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കർ അറസ്റ്റിലായ ദിവസമാണ് വിവേക് കിരണനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബിഗ് ബോസ് സീസൺ 7 ഏറ്റവും അപ്രതീക്ഷിതമായ എവിക്ഷൻ ആയിരുന്നു ജിസേലിന്റെ. പുറത്തു നല്ല പിന്തുണയുള്ള ജിസേൽ ഹൌസിനുള്ളിൽ നിന്ന് പുറത്തായത് ആർക്കും ഉൾക്കൊള്ളാനായില്ല. ബിഗ് ബോസിന് നല്ല കണ്ടന്റുകൾ കൊടുക്കുന്ന മത്സരാർത്ഥി കൂടിയായിരുന്നു അവൻ. പലപ്പോഴും ബിഗ് ബോസ് ഹൌസിനുള്ളിൽ ചിരി ഉണർത്തുന്ന മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കാനും ജിസേലിന് കഴിഞ്ഞിരുന്നു. കൊച്ചി നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി മെട്രോയ്ക്ക് പുറമെ ട്രാം സർവീസും പരിഗണിക്കുന്നു. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിനുള്ള ആദ്യപടിയായി സംസ്ഥാന സർക്കാർ സാധ്യത പഠനത്തിനുള്ള നിർദ്ദേശത്തിന് അനുമതി നൽകാനൊരുങ്ങുകയാണ്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ KMRL അഭ്യർത്ഥനയെ തുടർന്നാണ് നഗരത്തിലെ ഗതാഗത മേഖലയെ വലിയ തോതിൽ സ്വാധീനിക്കാവുന്ന തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. ബീഹാർ നിയമസഭ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. 243 മണ്ഡലങ്ങളിലേക്ക് 2 ഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ്. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും എല്ലാം മുന്നണികൾ തുടങ്ങിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടുമുമ്പ് ആദ്യത്തെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് ബീഹാർ നിയമസഭയിലേക്ക് ആദ്യമായി ഒറ്റയ്ക്ക് പോരിനിറങ്ങുന്ന ആം ആദ്മി പാർട്ടി ഇക്കാര്യത്തിൽ എല്ലാവരേക്കാളും മുന്നിലെത്തി. ഈ വർഷത്തെ നോബൽ പുരസ്കാര പ്രഖ്യാപനം ഏറെ സവിശേഷതകൾ നിറഞ്ഞതായിരുന്നു. സമാധാനത്തിന് നൽകുന്ന നോബൽ സമ്മാന പുരസ്കാരമാണ് വാർത്തകളിൽ ഇടം പിടിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കുറി സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് അവകാശവാദം ഉന്നയിച്ചതാണ് പുരസ്കാര പ്രഖ്യാപനത്തെ ശ്രദ്ധേയമാക്കിയത്. ഇന്ത്യ-പാക് സംഘർഷം ഉൾപ്പെടെ 7 യുദ്ധങ്ങൾ താന് അവസാനിപ്പിച്ചു എന്നാണ് ട്രംപ് നിരന്തരം ലോകവേദികളിൽ ആവർത്തിച്ചത്. പേരാമ്പ്രയിൽ CPM കോൺഗ്രസ് സംഘർഷത്തിനിടെ ഷാഫി പറമ്പിൽ MPക്ക് പരിക്ക്. സംഘർഷം അവസാനിപ്പിക്കാൻ വേണ്ടി പോലീസ് ലാത്തി വീശിയതിനെ തുടർന്നാണ് ഷാഫി പറമ്പിലിന് പരിക്കേറ്റത്. നിരവധി UDF പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പേരാമ്പ്ര CKG കോളേജിൽ ചെയർമാൻ സ്ഥാനം വിജയിച്ചതിലുള്ള UDSFന്റെ വിജയാഹ്ലാദ പ്രകടനം പോലീസ് തടഞ്ഞതിനെ തുടർന്ന് പേരാമ്പ്ര ടൗണിൽ സംഘർഷമുണ്ടായിരുന്നു. കേരള സ്റ്റോറി എന്ന സിനിമ വഴി കേരളത്തെക്കുറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള മിക്കവരിലേക്കും വളരെ തെറ്റായ ചിത്രമാണ് എത്തിയിരിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിൽ കേരളത്തെക്കുറിച്ച് ചില മുൻ ധാരണകളുമായി എത്തിയ RSS നേതാവ് പവൻ ജിൻഡാലിന് യഥാർത്ഥ കേരളം കാണിച്ചു കൊടുത്ത് വൈറലായിരിക്കുകയാണ് ടാക്സി ഡ്രൈവറായ രഞ്ജുരഘു.